അല്ല, ഞാൻ ശശി തരൂരിനുള്ള മറുപടി അല്ല പറഞ്ഞത്. അത് ഞാൻ 2 ദിവസം മുമ്പേ പറഞ്ഞത്. ഞാനിത് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്തോളാം. അദ്ദേഹം ഇതിനു മുമ്പ് കേരളയിൽ ഞങ്ങൾ സമരം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു കേരളയിൽ അനുകൂലമായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡാറ്റ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരി കാണുമെന്ന് പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ട് അദ്ദേഹത്തിനെ ബ്രീഫ് ചെയ്തു കംപ്ലീറ്റ്. അപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു, LOB കൺവിൻസ്ഡ് മീ ദാറ്റ് ദിസ് ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ തിങ്. ഏത് കേരളയിലെ കുറിച്ച് അദ്ദേഹം കറക്റ്റ് ചെയ്തു. അത് ഇന്നലെ പറഞ്ഞല്ലോ കറക്റ്റ് ചെയ്യാൻ. അത് അദ്ദേഹത്തിനുള്ള മറുപടിയല്ല. അദ്ദേഹത്തിന് ഞാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ബ്രീഫ് ചെയ്ത് കൊടുക്കും. അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിക്കാണ് മറുപടി പറയുന്നത്. മുഖ്യമന്ത്രിക്കുള്ള മറുപടിയാണ്. എക്കോ സിസ്റ്റത്തെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷം ജനങ്ങളുടെ പ്രതിപക്ഷമല്ല, അങ്ങനത്തെ പ്രതിപക്ഷമാണ്, നെഗറ്റീവാണെന്ന് പറഞ്ഞു. എന്തിനാ വെറുതെ ഊതി വീർപ്പിക്കുന്നത്? 3 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെന്ന് ഗവൺമെൻറ് ആരെ കളിപ്പിക്കാറിങ്ങുക? ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിലോ? ഞങ്ങളിത് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾ മുഴുവൻ വിശ്വസിക്കും കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ച പോലെ. കോവിഡ് കാലത്ത് ജനങ്ങളെ കബളിപ്പിച്ചല്ലോ. ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന്. പിന്നെ പറഞ്ഞു ലോകത്ത് ഏറ്റവും ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണെന്ന്. അവസാനം എന്താണ് വന്നത്? അവസാനം വന്നപ്പോൾ മരണനിരക്ക് കൂടുതൽ, രോഗികളുടെ എണ്ണം കൂടുതൽ, പിന്നെ അന്ന് നടന്ന കൊള്ള വേറെ, കോവിഡ് കാലത്തെ കൊള്ള വേറെ, അതിൻ്റെ പേരിൽ നടന്ന കൊള്ള വേറെ, ഇതെല്ലാം പുറത്ത് വന്നത്. അപ്പോൾ ഇപ്പോൾ അപ്പം തന്നെ മറുപടി കൊടുക്കും. അപ്പോൾ തന്നെ മറുപടി കൊടുക്കും. ഇതിപ്പോൾ ചർച്ചയാണ് കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ച. ഗവൺമെൻറ് ഇങ്ങനെ പറയുന്ന ഈ ക്ലെയിം അടിസ്ഥാനപരമായി ഒരു കാരണവശാലും നിലനിൽക്കുന്നതല്ല. ഇത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ്. എല്ലാ ഡാറ്റ നിങ്ങൾക്ക് തരാം. എല്ലാ ഡാറ്റ നാഷണൽ ഡാറ്റ, എല്ലാ ഡാറ്റ നിങ്ങൾക്ക് തരാം. അല്ല, അതല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ഗവൺമെൻറ് അതിൻ്റെ തൂങ്ങുകയാണ്. അപ്പോൾ സർക്കാരിനുള്ള മറുപടിയാണ്, സർക്കാർ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ മറുപടി പറഞ്ഞേ. നിങ്ങൾ ഇതൊരു VD സതീശൻ ശശി തരൂർ വിവാദമാക്കി എടുക്കാൻ നോക്കിയാൽ നടക്കില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഇപ്പോൾ ഒരു വിഷയമാണ്, സംസ്ഥാനത്തിൻ്റെ വിഷയം. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്നു. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ളൊരു കമൻറ്റ് ഇന്നലെ പറഞ്ഞു. ഞാൻ ഇന്നലെ നിങ്ങളോട് ആരുടെ കമൻറ്റ് ചെയ്തില്ലല്ലോ രാവിലെ, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി അതിനുശേഷം പ്രതിപക്ഷത്തെക്കുറിച്ച് ഒരു വികസന വിരോധികളായി, പണ്ട് ഇവർ ഏർപ്പാടാണ്, ഇവരായിരുന്നു പണ്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ. ഇന്ന് എന്നെ കൊണ്ട് പറയിക്കരുത്. ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റി വരുന്നു. 10 കൊല്ലം മുമ്പ് സ്വകാര്യ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ച ആരുടെ കരണത്തടിച്ച് നിലത്തിട്ട ആളുകളാണ്. ഈ വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ അവകാശവാദമായിട്ട് പറയുകയാണ്. വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരുന്നിട്ട് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ നേട്ടത്തിൽ ഞെളിഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? കൊച്ചി മെട്രോ വന്നപ്പോൾ സമരം ചെയ്ത ആളല്ലേ ഈ വ്യവസായ മന്ത്രി, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് സമരം ചെയ്തില്ലേ? ഇവിടെ നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ വന്നപ്പോൾ പറഞ്ഞത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞൊരു മന്ത്രി ഈ സംസ്ഥാനത്തെ മന്ത്രിസഭയിലുണ്ടല്ലോ. എന്നിട്ട് ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈൻ ഞങ്ങൾ കൊണ്ടുവന്നു. അന്ന് സമരം വരുന്നു നമ്മളെല്ലാം സമയത്ത്. എക്സ്പ്രസ് ഹൈവേ, ഇപ്പോൾ ഹൈവേയുടെ അഭിമാനം പറയാം. എക്സ്പ്രസ് ഹൈവേ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? അത് കേരളത്തെ 2ആയി കീറി മുറിക്കും, 2ആക്കും, കേരളത്തെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. +2 കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? പെരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? സ്മാർട്ട് സിറ്റി കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? നീ ഏറ്റവും അവസാനം ആ സീപ്ലെയിൻ കൊണ്ടുവന്നപ്പോൾ എന്താ പറഞ്ഞത്? 10 കേസാണ് ഞാൻ പറഞ്ഞത്. 10 കാര്യം ഞങ്ങൾ കൊണ്ടുവന്ന 10 വികസനം, അതിൽ കുറേ എണ്ണം ഇപ്പോൾ യാഥാർത്ഥ്യമായി. ഇപ്പോൾ അതിൻ്റെ മെയിൻ അടിക്കുകയാണ്. അതല്ലേ ഞങ്ങൾ കൊണ്ടുവന്നത്.